പോപ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഖത്തറിലുള്ള പാണ്ട പാർക്കിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നാനോ പോപ്സിൻ്റെ യാത്ര ആരംഭിക്കുന്നത് ദോഹയിൽ നിന്നാണ്. ദോഹയിൽ നിന്ന് 50 കിലോമീറ്റർ അകലെ അൽഖോറിലെ പാണ്ട ഹൗസ് സ്ഥിതി ചെയ്യുന്ന ഭാഗത്തേക്കാണ് നമ്മളുടെ യാത്ര. ഖത്തറിൻ്റെ പ്രധാന റോഡായ ഷമാൽ റോഡ് വഴിയാണ് ഉള്ള യാത്ര. ഷമാൽ റോഡിലൂടെ 24 കിലോമീറ്റർ ദൂരം പോയി റൈറ്റ് തിരിഞ്ഞ് പിന്നെയും 5 കിലോമീറ്റർ ദൂരം പോയി റൈറ്റ് തിരിഞ്ഞ് നിങ്ങൾക്ക് പാണ്ട ഹൗസിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നതാണ്. അങ്ങനെ ഞങ്ങൾ പാണ്ട ഹൗസിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതിമനോഹരമായിട്ടാണ് പാണ്ട ഹൗസുകൾ നിർമ്മിച്ചിട്ടുള്ളത്. അതിൻ്റെ മുന്നിലായിട്ട് പാണ്ടയുടെ ഒരുപാട് ശില്പങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. അതിലുപരി അതിൻ്റെ കവാടങ്ങൾ നല്ല ഭംഗിയിലാണ് അവിടെ നിർമ്മിച്ചിട്ടുള്ളത്. പാണ്ടയുടെ മെയിൻ ഗേറ്റാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാണ്ട എന്ന് ഇംഗ്ലീഷിലും അറബിയിലും എഴുതിയിട്ടുണ്ട്. ഇതാണ് സെക്യൂരിറ്റി സ്കാനിങ് ഗേറ്റ്. ഇതിലേക്ക് കയറാൻ വേണ്ടി ഓൺലൈൻ ഓനൂൻ എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. അത് ഖത്തർ മുനിസിപ്പാലിറ്റി ആപ്ലിക്കേഷനാണ്. അതിൽ 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് 25 ഖത്തർ റിയാലും 14 വയസ്സ് മുകളിലുള്ള ആളുകൾക്ക് 50 റിയാലുമാണ് ഈടാക്കുന്നത്. ഓൺലൈനിൽ നമ്മൾ ബുക്ക് ചെയ്യണം ടിക്കറ്റ്. എന്നതിന് ശേഷം ടിക്കറ്റ് അവിടെ കൗണ്ടറിൽ സ്കാൻ ചെയ്തതിന് ശേഷം ഉള്ളിലേക്ക് പ്രവേശനം ലഭിക്കുന്നതാണ്. പോപ്സിൻ്റെ ടിക്കറ്റ് എല്ലാം സ്കാൻ കഴിഞ്ഞു. ഞങ്ങളിതാ പാണ്ട ഹൗസിൻ്റെ ഉള്ളിലേക്ക് യാത്ര തിരിച്ചു. മുന്നിൽ തന്നെ നമുക്ക് നല്ല അതിമനോഹരമായ പാണ്ട ശില്പങ്ങൾ കാണാം. അതിൽ നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന മുളകൾ കാണാം. അതിമനോഹരമായ ഡിസൈനാണ് പാണ്ട ഹൗസ് ഒരുക്കിയിട്ടുള്ളത്. അതിമനോഹരമായ കണ്ണിനെ കുളിർമ കൊള്ളിക്കുന്ന ഡിസൈനുകളാണ് പാണ്ട ഹൗസിൽ ഒരുക്കിയിട്ടുള്ളത്. പാണ്ട ഹൗസിൻ്റെ പ്രവർത്തന ടൈം എന്ന് വെച്ചാൽ മോർണിംഗ് 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് പ്രവർത്തന സമയം. അതിൻ്റെ ഉള്ളിൽ ആ ടൈമിൽ നമുക്കതുവരെ സ്പെൻഡ് ചെയ്യാം. അതിമനോഹരമായ ന്യൂജൻ ടെക്നോളജി, ന്യൂജൻ ഡിസൈനുകൾ ഈ പാണ്ട ഹൗസിൽ നമുക്ക് കാണാൻ കഴിയും. പാണ്ടയുടെ ഒരുപാട് ശില്പങ്ങളും നമുക്ക് പാണ്ടയുടെ മുകളിൽ കാണാം, കവാടത്തിൽ കാണാം. ഇപ്പോൾ നമ്മൾ കവാടത്തിൻ്റെ ഉള്ളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പാണ്ട ഹൗസിൻ്റെ ഉള്ളിലേക്ക് കയറി അതിൽ കയറുമ്പോൾ തന്നെ നമുക്ക് പാണ്ടയുടെ ഒരുപാട് ശില്പങ്ങൾ കാണാം. പാണ്ടയുടെ മിനിയേച്ചറുകൾ കാണാം. പാണ്ടയുടെ ബാഗ്, കീ ചെയിൻ എല്ലാം ഇതും നമുക്ക് അവിടെ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് ക്യാഷ് കൊടുത്താൽ അത് വാങ്ങാൻ കഴിയും. പാണ്ടയുടെ മെയിൻ റിസപ്ഷനിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫീമെയിൽ പാണ്ടയുടെ അടുത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പാണ്ട ഹൗസിൽ നമുക്ക് കാണാൻ കഴിയുന്നത് 2 പാണ്ടയെയാണ്. ഒന്ന് ഫീമെയിൽ പാണ്ടയായ തുറായ, മെയിൽ പാണ്ടയായ സുഹൈൽ എന്ന പാണ്ടകളാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പാണ്ട ഫീമെയിൽ പാണ്ടയായ തുറായയാണ്. ഏകദേശം 14 to 16 മണിക്കൂറാണ് അവരെ ഉറങ്ങുന്ന ടൈം. അത് കഴിഞ്ഞാൽ അവർ എണീക്കുള്ളൂ. ഇപ്പോൾ ഉറങ്ങുന്ന ടൈമാണ്. ഭക്ഷണം കഴിക്കലൊക്കെ അതിന് ശേഷമാണ്. ഇപ്പോൾ ഉറങ്ങുന്ന ടൈമാണ്. ഏറ്റവും മടിയുള്ളതായിട്ടാണ് അറിയപ്പെടുന്നത്. നമ്മൾ കാർട്ടൂൺ ഏത് രൂപത്തിലാണോ കാണുന്നത് പാണ്ടയെ കുറിച്ചിട്ട്, അതുപോലെ തന്നെയാണ് അവരുടെ ജീവിതത്തിലുമുള്ളത്. ഇത്
ഖത്തർ ഗവൺമെൻറ്റിന് ചൈന ഗവൺമെൻറ് ഗിഫ്റ്റായിട്ട് വേൾഡ് കപ്പ് ടൈമിൽ കൊടുത്ത പാണ്ടകളാണ് ഈ പാണ്ട. അതിലിപ്പോൾ കാണുന്ന തുറായ എന്ന ഫീമെയിൽ പാണ്ട ഗർഭിണിയാണോ എന്നൊരു ഡൗട്ടുണ്ട്, കൺഫേം അല്ല. അതുകൊണ്ടാണ് അതിനെ വേറെ രീതിയിലേക്ക് താമസിപ്പിച്ചിട്ടുള്ളതെന്നുണ്ട്. അത് നമ്മൾ സംസാരിച്ചപ്പോൾ നമുക്ക് അവിടെ സെക്യൂരിറ്റി നമുക്ക് പറഞ്ഞത് കൺഫേം അല്ല. അതിന് ആധികാരികമായിട്ട് ഖത്തർ ഗവൺമെൻറ് അത് പുറത്തു വിട്ടിട്ടില്ല. പാണ്ടകളുടെ ആവാസ വ്യവസ്ഥക്കനുസരിച്ചിട്ടുള്ള രൂപത്തിലുള്ള ക്ലൈമറ്റാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഖത്തർ ഗവൺമെൻറ്. അതിനൂനത ടെക്നോളജി ഉപയോഗിച്ച് അതിൻ്റെ ആവാസ വ്യവസ്ഥക്കനുസരിച്ച് അവർ എങ്ങനെയാണോ കാടുകളിൽ ജീവിക്കുന്നത് അതേ രൂപത്തിലാണ് ഇവിടെ പാണ്ട ഹൗസ് ഒരുക്കിയിട്ടുള്ളത്. അവർ ഏറ്റവും കൂടുതൽ ഭക്ഷിക്കുന്ന ഒരു ഭക്ഷണം നമ്മുടെ നാട്ടിൽ കാണുന്ന ബോംബമുളകളെ ഇലകളാണ് ഏറ്റവും കൂടുതൽ ഭക്ഷിക്കുന്നത്. അതിൽ പുറമെ ക്യാരറ്റ് ഫ്രൂട്ട്സൊക്കെ ഭക്ഷിക്കുന്നുണ്ട്. ഏകദേശം വെയിറ്റ് എന്ന് പറയുന്നത് ഒരു 120 കിലോ വരെ വരും. 70 മുതൽ 120 കിലോ വരെയാണ് വെയിറ്റ് ഉള്ളത്. പിന്നെ 20 to 25 വർഷം വരെയാണ് അവർ ജീവിക്കുന്നത് ഏകദേശം. അതിനൂനത ടെക്നോളജിയിലാണ് ഇവർ, ക്ലൈമറ്റിലാണ് ഇപ്പോൾ അവർ ജീവിക്കുന്നത്. അതിമനോഹരമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയും. നമ്മൾ എങ്ങനെയാണോ കാർട്ടൂണിൽ അവരെ കാണുന്നത്, നമ്മൾ കണ്ടിട്ടുള്ള കാർട്ടൂൺ കഥാപാത്രം, പാണ്ടയുടെ കാർട്ടൂൺ കഥാപാത്രത്തിൽ കാണുന്ന അതേ രൂപത്തിലാണ് അവരുടെ ഉറക്കങ്ങളും അവരുടെ കളികളും എല്ലാം കാണുന്നത്. ലോകത്തിൽ തന്നെ ഏറ്റവും മടിയുള്ള വർഗത്തിൽപ്പെട്ട ഒരു ജീവിയാണ് ഈ പാണ്ടകൾ. അങ്ങനെ ഇതാ നമ്മൾ മേൽപ്പാണ്ടായ സുഹൈലിനെ കാണാൻ പോകുന്നു. സുഹൈൽ നല്ല സുഖനിദ്രയിലാണ്, നിങ്ങൾക്ക് കാണാൻ കഴിയും. സുഖനിദ്രയിലാണ്. 14 to 16 മണിക്കൂറാണ് ഇവരെ ഉറങ്ങുന്ന ടൈം. ആ ഉറങ്ങി കഴിഞ്ഞാൽ അവർ എണീക്കും. ഖത്തർ ടൈം ഒരു 3:30-4 മണിയാകുമ്പോൾ എണീക്കുമെന്നാണ് നമ്മളോട് പറഞ്ഞത്. അതുവരെ നമ്മൾ ഇതിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് സുഹൈലിൻ്റെ ഉറക്കം കാണുമ്പോൾ നമ്മൾ പിഞ്ചു കുഞ്ഞുങ്ങൾ എങ്ങനെയാണോ ഉറങ്ങുന്നത് അതേ രൂപത്തിലാണ് ഉറങ്ങുന്നത്. നമ്മളെ കുട്ടികൾക്കൊക്കെ നല്ല കണ്ണിന് കുളിർമ കൊള്ളിക്കുന്ന ഒരു അനുഭവമാണ് ഈ പാണ്ടകളെ കണ്ടപ്പോൾ. സുഹൈൽ നല്ല സുഖനിദ്രയിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പാണ്ടയുടെ 2ാം നിലയിലാണുള്ളത്. 2ാം നിലയിൽ നിന്ന് നമുക്ക് ഫീമെയിൽ പാണ്ടയെയും മെയിൽ പാണ്ടയെയും വാച്ച് ചെയ്യാം.
അതിന് പുറമെ നമുക്ക് കോഫി ഷോപ്പ്, നമ്മളെ റെസ്റ്റ് റൂം, അതിലുപരി കുട്ടികൾക്ക് കളർ കൊടുക്കാനുള്ള സൗകര്യം, പാണ്ടയുടെ പല രൂപത്തിലുള്ള കാർട്ടൂണുകൾ നമുക്ക് കളർ കൊടുത്ത് നല്ല രൂപത്തിൽ കളർ കൊടുക്കുന്ന ആളുകളുടെ ഇത് അവിടെ പ്രദർശിപ്പിക്കാനുള്ള സൗകര്യം, അതിന് പുറമെ നമുക്ക് ഫോട്ടോഷൂട്ട് നടത്താനുള്ള സൗകര്യം, ഫോട്ടോകൾ എടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ അതിലുണ്ട്. അതിലുപരി നമുക്ക് മെയിൽ പാണ്ടയെയും ഫീമെയിൽ പാണ്ടയെയും നമുക്ക് വാച്ച് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. അതിനൂനത ടെക്നോളജി രൂപത്തിലാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് പാണ്ട ഹൗസ്. ക്ലൈമറ്റ് കൺട്രോളിങ് എല്ലാം നമ്മൾ ഒരു ഫോറസ്റ്റിൽ എങ്ങനെയാണോ നിൽക്കുന്നത് അതേ ഫീലിങ്സാണ് നമുക്ക് ഇവിടെ അനുഭവപ്പെടുന്നത്. മെയിൽ പാണ്ടയായ സുഹൈൽ സുഖനിദ്രയിലാണ്. ഏകദേശം 13 മണിക്കൂറോളമായി ഉറങ്ങിയിട്ട് ഇനി 1-2 മണിക്കൂറിനുള്ളിൽ അവൻ എണീക്കും. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് 2nd ഫ്ലോറിൽ നിന്നുള്ള വ്യൂ ആണ്. നല്ല രൂപത്തിൽ നല്ല ഭംഗിയിലാണ് അവർ ഉറങ്ങുന്നത്. നല്ല കാണാൻ കണ്ണിന് കുളിർമ വരുന്ന രൂപത്തിലുള്ള ഉറക്കമാണ് ഉള്ളത്. ഇപ്പോൾ നമ്മുടെ തുറായത എണീറ്റിരിക്കുന്നു. ഫീമെയിൽ പാണ്ടയായ തുറായത എണീറ്റിരിക്കുന്നു. എണീറ്റിട്ട് അത് നമ്മൾ പിഞ്ചു കുഞ്ഞുങ്ങൾ ഏത് രൂപത്തിലാണോ ഉറങ്ങുന്നത് അതേ രൂപത്തിൽ തന്നെ ഉറങ്ങി എണീറ്റ് അടുത്ത സ്ഥലത്ത് പോയി കിടന്ന് ഉറങ്ങുന്ന അതേ രൂപത്തിൽ തന്നെയാണ് നമ്മളുടെ തുറായ ഉറങ്ങുന്നത്.